അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കാൻ കേട്ടോ. കാരണം പല ദിവസങ്ങളിലും രാത്രിയാണല്ലോ നമ്മുടെ സ്റ്റോറി ഇപ്പോൾ എത്താറുള്ളത് അല്ലേ. പകലൊരു തിരക്കും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോഴേക്ക് അത് സ്റ്റോറിയൊക്കെ റെക്കോർഡ് ചെയ്യാൻ തന്നെ ഒരുപാട് ടൈം വേണം. പിന്നെ എഡിറ്റ് ചെയ്യാൻ എല്ലാം കൂടെയൊക്കെ ആയി വരുമ്പോൾ അത് ശരിക്ക് രാത്രി ആകുകയാണ് കേട്ടോ. പകൽ ചിലപ്പം എനിക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആകുമ്പോഴേ അതാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. പലരും ചോദിച്ചു പകൽ സ്റ്റോറി ഇടുമോ എൻ്റെ ഉസ്താദ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവരും സഹകരിക്കണം. അതുപോലെ രാത്രി കാണുന്നത് പകൽ കണ്ടാൽ മതി കേട്ടോ, കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ചാനലൊന്ന്. അതുപോലെ തന്നെ കമൻ്റായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രേഖപ്പെടുത്തി നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. ഒരു ലൈക്കും ഇഷ്ടപ്പെട്ടാൽ തരാൻ മറക്കരുത് കേട്ടോ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നിരിക്കുന്നു. അതെ, ഐഷു വിജയിച്ചിരിക്കുന്നു. അങ്ങനെ അതിനുവേണ്ടി ഐഷുവിനെ വരവേൽക്കുവാൻ വേണ്ടി നല്ല രീതിയിൽ കോളേജും ഒരുക്കിയിട്ടുണ്ട്. അവൾക്ക് വേണ്ടി അതാ 2 വാക്ക് സംസാരിക്കുവാൻ സ്റ്റേജെല്ലാം സെറ്റാക്കി. അവൾ മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ പറഞ്ഞ കാര്യം ഇതായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ അധ്യാപകരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിച്ച ആ ഒരു കാര്യം ഒരിക്കൽ പോലും ഞാൻ ഒന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആ കാര്യം നിങ്ങളെല്ലാവരും അംഗീകരിക്കണം. അതാണ് എൻ്റെ ഒരു ഇത്. കാരണം ആരും വിഷമിക്കാൻ പാടില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. അങ്ങനെയുള്ള ചിന്താഗതിയാണ് എനിക്കുള്ളത്. ഒരാളും വിഷമിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് എൻ്റെ ഒരു കാരണം കൊണ്ട്. എന്തൊക്കെ തന്നെയായാലും നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിച്ചതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നാൽ ഞാൻ ആ കാര്യം പറയുകയാണ്. എല്ലാവരും ആ കാര്യം എന്താണെന്ന് അറിയുവാൻ വേണ്ടി ഒരു നിമിഷം ചുറ്റും നോക്കി ആകാംക്ഷയോടെ. അതെന്താടി, എന്തായിരിക്കും, അതെന്താവോ അറിയില്ല, എന്താന്നാവോ, അവൾക്ക് എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഐഷു എന്ന് വെച്ചാൽ ഓളെ ഇഷ്ടപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല, അവളുടെ സ്വഭാവമാണ്. എല്ലാവരോടും നല്ലൊരു സ്വഭാവമാണ് അവൾക്ക്. ഒരാളെയും കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലോ എന്തെങ്കിലും കാട്ടിക്കൂട്ടിലോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരോടും നല്ലൊരു പുഞ്ചിരിച്ച സ്വഭാവമുള്ള ആളായതുകൊണ്ട് തന്നെ ഐഷുവിന് എല്ലാവരോടും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ നമ്മൾ തുല്യനീതിയുള്ളവരെ തിരഞ്ഞെടുക്കണം എന്നാണല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ ഐഷുവിനെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് മാത്രമാണ് അല്ലേ. അല്ലാതെ ഒരുപാട് ഇപ്പോൾ ക്യാഷൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഇപ്പോൾ എന്താ ഒരു സമയത്ത് മാത്രം ക്യാഷൊക്കെ തന്ന് പിന്നെ ഇപ്പോൾ ആർക്കറിയാം എന്തൊക്കെ സ്വഭാവം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെയല്ലേ നമ്മൾ ഐഷുവിനെ തിരഞ്ഞെടുത്തത് അല്ലേ. പിന്നെയെന്ന് വെച്ചാൽ ഹബീബ് ഉസ്താദ് ഈ കോളേജിൽ നിന്ന് പോകാനും പാടില്ല. ഹബീബ് ഉസ്താദ് പോയി കഴിഞ്ഞാൽ ഈ കോളേജ് രസമില്ല. അപ്പോൾ പിന്നെ ഐഷുവിനോട് ലീഡറായി നിലനിർത്തണം. എങ്കിൽ മാത്രമേ ഹബീബ് ഉസ്താദിൻ്റെ ക്ലാസ്സും ആ തമാശയൊക്കെ കേട്ട് നമുക്കിങ്ങനെ ആസ്വദിച്ചിരിക്കാൻ കഴിയുള്ളൂ. അതൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തതല്ലേ. അങ്ങനെ ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ അതാ തൻ്റെ കൂട്ടുകാരികളോട് പതുക്കെ ഉരുവിടുകയാണ്. ഒരു നിമിഷം ഹബീബ് ഉസ്താദും അത് ശ്രദ്ധിച്ചു. ഒരു നിമിഷം ആ വാക്ക് കേട്ട് ഹബീബ് ഉസ്താദ് ഒന്ന് ഞെട്ടി. റബ്ബേ, ഈ പെണ്ണെന്താ, ഇവളെന്ത് തീരുമാനിക്കുന്ന എന്താണാവോ. അതെ, ഐഷുവിൻ്റെ മുഖത്തേക്ക് എല്ലാവരും നോക്കുന്ന കൂട്ടത്തിൽ ഹബീബ് ഉസ്താദും അല്പം മാറി നിന്ന് അവളുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു. എന്നാൽ ഒരു നിമിഷം ആ ഒരു ക്യാമ്പസ് ആകെ അതാ പിറുപിറുക്കലും സംസാരവുമായി. പെട്ടെന്ന് ഷെഫീഖ് ഉസ്താദ് മൈക്കെടുത്തു. സൈലൻ എന്താണ് അവളിവിടെ പ്രസംഗിക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ. അപ്പോൾ നിങ്ങളത് കേട്ടതിന് ശേഷമുള്ള റീപ്ലൈ കൊടുത്താൽ മതി. ഓക്കെ സൈലൻ. അങ്ങനെ അതാ ഷെഫീഖ് ഉസ്താദ് മറ്റൊരു മൈക്കിൽ കൂടി അത് അനൗൺസ്മെൻറ്റ് ചെയ്തു. ഐഷു കമോൺ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ആ കാര്യം ഇവിടെ അവതരിപ്പിക്കുകയാണ്. അതായത് 200 വോട്ടുകൾക്ക് നമ്മുടെ ക്യാമ്പസിൽ, നമ്മുടെ ഈ കോളേജിൽ, അതായത് 300 സ്റ്റുഡൻസ് ഉള്ള ഈ കോളേജ് തലത്തിൽ നമ്മൾ ഇലക്ഷൻ സംഘടിപ്പിച്ചു. ഇതിൽ നിന്ന് ലീഡർ എന്നുള്ള രീതിയിൽ നിങ്ങളെല്ലാവരും എന്നെ തിരഞ്ഞെടുത്തതിൽ ഞാൻ നന്ദി അറിയിച്ചല്ലോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാം മറന്ന് ഞാൻ ഒരു കാര്യം പറയുകയാണ്. എൻ്റെ ഈ സ്ഥാനത്തേക്ക് ഞാൻ ഒരാളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി പോവുകയാണ്. ഒരു നിമിഷം ക്യാമ്പസ് ആകെ നിശബ്ദമായി. എടീ, ആരാണാവോ,
ആരാ? എന്നാൽ ഹബീബ് ഉസ്താദ് ഞെട്ടിപ്പോയി. എന്താ ഈ പെണ്ണിൻ്റെ വിചാരം എന്താ? എല്ലാവരും ആകാംക്ഷയോടെ ഐഷുവിനെ തന്നെ മാത്രം നോക്കി നിൽക്കുകയാണ്. അവളുടെ മുഖത്തുള്ള ആ പുഞ്ചിരി, മുഖത്തുള്ള ആ നുണക്കുഴി ചിരിക്കുമ്പോൾ അത് കൂടുതൽ തെളിഞ്ഞു കാണുന്നതായി എല്ലാവർക്കും തോന്നി. അതെ, ഹബീബ് ഉസ്താദും ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ ആ ചുവന്നു തുടുത്ത ആ ചുണ്ടുകളിൽ അവിടെ നിന്ന് വരുന്ന ആ ഒരു ശബ്ദം, അതെന്തായിരിക്കും നോക്കുവാൻ വേണ്ടി എല്ലാവരും അതാ കാത്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ ലീഡർ സ്ഥാനത്തേക്ക് ഒരു നിമിഷം കുട്ടികളെ എല്ലാവരെയും അവൾ ഒന്ന് കണ്ണോടിച്ച് നോക്കി. ഹാദിയയെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ഒരു ഭാഗത്ത് പെട്ടെന്ന് തന്നെ വലിയ രീതിയിൽ അതാ കൈയടി ഉയർന്നു. പെട്ടെന്ന് തന്നെ ഷെഫീഖ് ഉസ്താദ് മൈക്കെടുത്ത് പറഞ്ഞു, കൈയടി മതി, കൂക്കൽ വേണ്ട. എന്നാൽ 100 പേർ മാത്രമേ അപ്പോഴും കൈയടിച്ചിട്ടുള്ളൂ. അതെ, ബാക്കി 200 പേർ സൈലൻ്റായി മുഖം താഴ്ത്തി നിന്നു. ഇതിനാണോ നമ്മൾ ഐഷുവിനെ വിജയിപ്പിച്ചത് എന്നുള്ള രീതിയിൽ അവർ ദയനീയമായി ഐഷുവിനെ നോക്കി. എന്നാൽ ഐഷു വീണ്ടും പറഞ്ഞു, പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, എനിക്കിങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതാണ്. ശരിയാണ്, അതെ, നമുക്ക് ലീഡർ സ്ഥാനം നമുക്ക് ഹാദിയക്ക് കൊടുക്കാം. അവൾ ഭരിക്കട്ടെ, അതായിരിക്കും നല്ലത്. എന്നാൽ അതിനിടയിൽ പല ഒച്ചപ്പാടുകളും അവിടെ ഉയരുന്നു. സൈലൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശബ്ദമുണ്ടാക്കണ്ട, കൂക്കി ആർക്കേണ്ട. പെണ്ണുങ്ങളാണ് നിങ്ങൾ, അത് മറക്കണ്ട. അച്ചടക്കം അത് നിർബന്ധമാണ്. എന്നാൽ എന്താണെന്നറിയില്ല, ഷെഫീഖ് ഉസ്താദിന് വരെ അത് വല്ലാതെ അങ്ങ് പിടിച്ചിട്ടില്ല. കാരണം എന്തിനും ഏതിനും ഉസ്താദുമാരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവൾ ഹാദിയ, അതെ, അവളെ ലീഡറാക്കിയാൽ അത് ഈ കോളേജിന് തന്നെ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നായിരിക്കും ഒരു പക്ഷേ ഉസ്താദിൻ്റെ മനസ്സിലും. എന്നാൽ ഇത് കേട്ട് ഹാദിയ ഒരു നിമിഷം ഞെട്ടിത്തരിക്കുകയാണ് ചെയ്തത്. അതെ, എൻ്റെ ശത്രുസ്ഥാനത്ത് കാണുന്ന ഐഷ, അവൾ എനിക്ക് അവളുടെ ലീഡർ സ്ഥാനം, അതും എന്നേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകൾക്ക് വിജയിച്ച അവൾ എനിക്ക് തരേ, എന്തൊരു അത്ഭുതമാണിത്. എനിക്കിത് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല. അങ്ങനെ അതാ ആ അസംബ്ലി പിരിഞ്ഞു. ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആ ഒരു വാക്കുകൾ ഐഷു ഉരുവിട്ടത്. പെട്ടെന്ന് തന്നെ ഷെഫീഖ് ഉസ്താദ് ഐഷുവിനെ വിളിച്ചു. ഐഷു, എന്ത് ഉസ്താദേ, എന്താ പ്ലാനിങ്? ഐഷു, ഇത് വേണ്ടിയിരുന്നോ? നിന്നെ ഈ ക്യാമ്പസിലെ കുട്ടികളെ വിജയിപ്പിച്ചതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഐഷുവിന് ഇങ്ങനെ തോന്നി? ഉസ്താദേ, അതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഒരു പക്ഷേ വലിയ അക്രമങ്ങളും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ താന്നു കൊടുത്തു. ഉസ്താദ് താന്നു കൊടുത്തല്ലേ വെള്ളം നിൽക്കുള്ളൂ. പിന്നെ ആഗ്രഹമുള്ളവർ ഭരിക്കണം, അല്ലെങ്കിൽ ഒരു തരം വാശിയായിരിക്കും അവർക്ക് ജീവിതത്തിലുണ്ടാകുക. നമ്മൾ വിട്ടുവീഴ്ച ചെയ്താലല്ലേ. ഐഷു, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. ഒരു നിമിഷം ഹബീബ് ഉസ്താദ് ആ ഒരു കാഴ്ച കണ്ടു. അതെ, ഷെഫീഖ് ഉസ്താദും ഐഷുവും എന്തോ ഒരു സംഭാഷണം നടത്തുന്നു ഒറ്റയ്ക്ക്. ഒരു നിമിഷം അദ്ദേഹം തൻ്റെ ഐഷുവിൻ്റെ അരികിലേക്ക് കടന്നു വരികയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ കാഴ്ച കണ്ട് ഹബീബ് ഉസ്താദ് അവിടെ മാറി നിന്നു. അവരെന്തോ കാര്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് ശല്യമാകുന്നില്ല. പറ ഐഷു. ഐഷുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഷെഫീഖ് ഉസ്താദ് ചോദിച്ചു. ഐഷു, സത്യം പറ, എന്താ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണം? വല്ല പ്രചോദനവും, പിന്നിൽ നിന്ന് വല്ല കുത്തുവാക്കോ അങ്ങനെ വല്ലതും? ഇല്ല ഉസ്താദേ, ഒരിക്കലുമില്ല. ഇതെൻ്റെ ഇഷ്ടമാണ്. ഞാനായിട്ടാണ് അവൾക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അല്ലാതെ ആരും എന്നെ പ്രലോഭിപ്പിച്ചിട്ടില്ലല്ലോ ഉസ്താദേ. ഐഷു, സമ്മതിച്ചിട്ടോ? ഓക്കെ. അങ്ങനെ ഏതാ ഉസ്താദ് മറഞ്ഞപ്പോൾ തൻ്റെ ഹബീബ് ഉസ്താദ് ഒരു നിമിഷം തന്നെ കാത്തു നിൽക്കുന്നതായിട്ട് തോന്നി. പെട്ടെന്ന് ഐഷു അതാ ഹബീബ് ഉസ്താദിനരികിലേക്ക്. ഇക്ക. അല്ല ഐഷു, എന്താ പെട്ടെന്ന് ഇങ്ങനെയൊരു
തീരുമാനം? ഇക്ക് പറഞ്ഞില്ലേ എന്നോട് നമുക്ക് ഇങ്ങോട്ട് പോകാണ്ടെന്ന്. അതുണ്ട്. 15 ദിവസം ലീവ് എടുക്കണമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. ആ അല്ല, നീ അതൊക്കെ വിചാരിച്ചിട്ടാണോ? സത്യമായിട്ടൊക്കെ എനിക്ക് അങ്ങയുടെ സ്നേഹം മാത്രം മതി. കോളേജിലെ സ്ഥാനം എനിക്ക് വേണ്ട. അത് അവളെടുത്തോട്ടെ. അവൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? അത് കേട്ടപ്പോൾ ഹബീബ് ഉസ്താദും പുഞ്ചിരിച്ചു. അല്ല, എന്തോ ഉദ്ദേശിച്ചത്? ഞാൻ പറയില്ല. പറവണ്ണേ. എൻ്റെ പ്രിയപ്പെട്ടിക്ക, അങ്ങേ അവൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഐഷു, നീ എന്തടി പറയുന്നത്? അതേക്ക, അവൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. കോളേജിലെ സ്ഥാനവും എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദും രണ്ടും എനിക്ക് സ്വന്തമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൾ എന്തെങ്കിലുമൊക്കെ കടുങ്ങുക ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാശിയേറിയിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതങ്ങ് വിട്ടുകൊടുത്തു ഞാൻ അവൾക്ക് വേണ്ടി. എന്താ? കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി പ്രശ്നമില്ലല്ലോ? ഇല്ല ഇക്ക, അങ്ങയുടെ കൂടെ ജീവിക്കണം, അങ്ങയുടെ കൂടെ എല്ലായിടത്തേക്കും പോരണം. അത് മാത്രമേ ഉള്ളൂ എനിക്ക് ലക്ഷ്യം. ഓക്കെ, ഇൻഷാ അല്ലാ ഇന്ന് തന്നെ നമുക്ക് പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കാം. എന്താ? ഇക്ക, അങ്ങയുടെ കൂടെയുള്ള ജീവിതം മാത്രമാണ് എനിക്കിഷ്ടം. അല്ലാതെ ഒരു സ്ഥാനമാനങ്ങളും ഞാൻ കൊതിക്കുന്നില്ല. എപ്പോഴും അങ്ങ് കൂടെ ഉണ്ടാകുമ്പോഴേ മനസ്സിനൊരു സമാധാനമാണ്. എന്നാൽ അത് കേട്ടപ്പോൾ ഹബീബ് ഉസ്താദിനും അല്പം ആശ്വാസമായി. റബ്ബേ, എൻ്റെ പെണ്ണ് എൻ്റെ സ്നേഹത്തിന് വേണ്ടി, അതെ, എല്ലാം ഉപേക്ഷിക്കുകയാണ് എനിക്ക് വേണ്ടി മാത്രം. എൻ്റെ ഐഷു, എന്നാലും വിജയിച്ച് കാണിച്ചല്ലോ, അത് മതി. ഇനിയിപ്പോൾ അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഹബീബ് ഉസ്താദിൻ്റെ മനസ്സ് ആദ്യം കേട്ടപ്പോൾ വല്ലാതങ്ങ് സങ്കടപ്പെട്ടിരുന്നു. എന്നാൽ അവളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഹബീബ് ഉസ്താദിന് തോന്നിപ്പോയി, ആയിക്കോട്ടെ, അവൾ ചെയ്തത് നല്ലൊരു കാര്യം തന്നെ. ആഗ്രഹമുള്ളവർക്ക് ലഭിക്കണം അത്. എന്നാൽ ഈ സമയം ഹാദിയ തനിക്ക് കിട്ടിയ ആ ഒരു സ്ഥാനം അതവൾക്ക് വിശ്വസിക്കുവാനേ കഴിയുന്നില്ല. ഒരു നിമിഷം അവൾ ആ ബെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. കൂടെയുള്ളവരെല്ലാം പറഞ്ഞു, അയ്യേ, ധീരയായ പെണ്ണായിരുന്നു നീ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴെന്താ നീ പൊട്ടിക്കരഞ്ഞത്? അത് എനിക്കറിയില്ലടി, ഞാൻ എന്തൊക്കെയോ. എന്താ? നിനക്ക് സ്ഥാനം കിട്ടിയില്ല, ലീഡർ സ്ഥാനം പോരെ? അത് അവളെനിക്ക് തന്നതല്ലേ, അല്ലാതെ ആരും എന്നെ വിജയിപ്പിച്ചതല്ലല്ലോ. എന്നാലും ഹാദിയ കരയുകയാണ്. കരയില്ല പെണ്ണെ, അയ്യേ, ഇത്ര ഉള്ളൂല്ലേ ഈ എന്തൊക്കെയാ വീമ്പിളിക്കിരുന്നത്? പിന്നെ ജയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ നീ കുറച്ച് കെണികൾ ഒരുക്കാമെന്ന് വിചാരിച്ചതാണ് അല്ലേ? എന്തൊക്കെയായിരുന്നു അതൊന്ന് ആലോചിച്ച് നോക്ക്. അതെ, എന്നാൽ അവൾ ജയിച്ചെന്നറിഞ്ഞപ്പോഴേക്കും അതാ ഐഷുവിൻ്റെ ഫോണിലേക്ക് പല ഫോണിൽ നിന്നും ഫേക്ക് ഐ ഡിയിൽ നിന്നും ഇൻസ്റ്റയിലേക്കും വാട്സപ്പിലേക്കും മെസ്സേജുകൾ, ഫോട്ടോകൾ വിട്ടിരുന്നു. എൻ്റെ ഐഷു, നിൻ്റെ ജീവിതത്തിലേക്ക് ഹബീബ് ഉസ്താദ് കടന്നു വന്നതിന് ശേഷം എന്നെ പറ്റി അങ്ങ് മറന്നുല്ലേ? ഞാനും നീയും എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടവളായിരുന്നു. അതെ, ഞാനും നീയും എത്ര സമയം ഒന്നായിട്ടുണ്ട്, എത്ര നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. നിനക്ക് ഹബീബ് ഉസ്താദിനെ കിട്ടിയപ്പോൾ എല്ലാം നീ അങ്ങ് മറന്നു അല്ലേ? ഇനിയും എനിക്ക് ആഗ്രഹമുണ്ട് നിൻ്റെ കൂടെ ഒരു വട്ടമെങ്കിലും നീ എൻ്റെ കൂടെ ഒന്ന് യാത്ര ചെയ്യാൻ വരണം. നമ്മൾ പണ്ട് യാത്ര ചെയ്തതുപോലെ ഇപ്പോൾ നീ ആളാകെ മാറി എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് അതാ ഐഷുവിൻ്റെ ഫോണിലേക്ക് വിട്ടിരിക്കുന്നു. എന്നാൽ കോളേജിലേക്ക് വരുമ്പോൾ ഐഷുവിൻ്റെ ഫോണും ഹബീബ് ഉസ്താദിൻ്റെ കൈകളിൽ അവൾ ഏൽപ്പിക്കും. അത് കണക്കാക്കിക്കൊണ്ടാണ് അവൾ, അതെ, ആ സമയത്താണ് മെസ്സേജ് ഇട്ടതും. ക്ലാസ് ടൈമിനല്ല, ഹബീബ് ഉസ്താദിൻ്റെ കൈകളിൽ ഫോൺ ഉണ്ടാകുന്ന സമയത്ത്. ഒരു നിമിഷം അവൾക്ക് എന്തൊക്കെയോ തോന്നിപ്പോയി. എന്നാൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാനത് അയച്ചും ചെയ്തു, എൻ്റെ ഫോണിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ഒന്നിനും പറ്റില്ലല്ലോ. അവൾക്കാകെ ടെൻഷനായി. അതെ, അവരുടെ കുടുംബം കലക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. അവർ രണ്ടുപേരുടെയും ആ സ്നേഹബന്ധം അതില്ലാതാക്കണം, അതിനു വേണ്ടിയിട്ടായിരുന്നു ഞാനതൊക്കെ ചെയ്തത്. എന്നാൽ ഐഷുവിൻ്റെ ഈ ഒരു പ്രവൃത്തി അത് വല്ലാതെ അങ്ങ് അവൾക്ക് അവളുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കി.
ഐഷു അത ക്ലാസ്സിലേക്ക് വരുന്നു. എല്ലാവരും അവളെ കൈയടിച്ച് സ്വീകരിച്ചു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നാൽ ഹാദിയ കരയുകയായിരുന്നു. പെട്ടെന്ന് ഹാദിയ അവിടെ നിന്ന് എഴുന്നേറ്റു. ഐഷു. ആ ഹാദിയ. ആദ്യമായിട്ടാണ് സ്നേഹത്തോടെ അങ്ങനെ വിളിച്ചത്. ആയിഷ, ഡി ആയിഷ എന്നേ വിളിക്കൂ. ഐഷു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എനിക്ക് നീ തന്നത്? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം ആയിഷ. ഞാൻ അതൊന്നും സാരമില്ല. അതെന്താ, എനിക്ക് ഏതായാലും പറ്റില്ലല്ലോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകണവരല്ലേ. അപ്പോൾ ഈ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നേടാനും ചെയ്യാനൊന്നും എനിക്ക് ഒഴിവുണ്ടാവില്ല. പിന്നെ ലീഡർമാരാകുമ്പോൾ ലീവാക്കാത്തവരാവില്ലേ. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നീയാണതിന് നല്ലത്. നീ ആകുമ്പോഴേ എല്ലാവരും സപ്പോർട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ, നിനക്കാണല്ലോ സപ്പോർട്ട് 200 കിട്ടിയത്, എനിക്കല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതാണ്, ഹാദിയാണ് നല്ലത്. നിങ്ങളുടെയൊക്കെ നേതാവായിട്ട് ഹാദിയായിരിക്കും നല്ലത്. അതാണ് ഞാൻ. എനിക്കൊരിക്കലും താല്പര്യമില്ലായിരുന്നു ജയിക്കണമെന്ന്. ഹാദി ജയിക്കണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു ഞാൻ. പക്ഷെ നേരെ തിരിഞ്ഞു. എന്നാൽ കോളേജിലെ 3/4 വിഭാഗം കുട്ടികൾക്കും അതൊട്ടും താല്പര്യമില്ലായിരുന്നില്ല. ഹാദിയ അവളൊരു ജാതി സാധനാടി. അവളൊരു ടീമാണ്. വലിയ ആളാണെന്ന വിചാരം. അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചവളാണ് അവൾ. എന്താ അവളുടെ ഗമ. ഇവിടെ യൂണിഫോം ആക്കിയത് തന്നെ അങ്ങനെയല്ലേ. അവൾ ഓരോ ദിവസം 1-2 ദിവസം യൂണിഫോം ഒഴിവ് നമുക്ക് തന്നപ്പോൾ അവൾ പല തരം ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് എല്ലാവരുടെയും മുമ്പിലൂടെ അങ്ങ് ഷൈൻ ചെയ്ത് നടന്നു പോവും. അവളുടെ ചെരുപ്പ്, ബാഗ് എല്ലാം തരംതരമാണ്. എന്നിട്ട് മറ്റുള്ളവരുടെ ഇടയിലൊരു പുച്ഛിക്കലും. അങ്ങനത്തോടെ നമുക്ക് അത് ശരിയാവില്ല. ഇനി അങ്ങനെ അവൾ ഭരിക്കാൻ വരും, അത് ഉറപ്പാണ്. കാരണം അവൾ പറഞ്ഞ രീതിയിൽ നമ്മൾ നിൽക്കേണ്ടി വരും. ഇനി എന്തൊക്കെ പുകിലാണാവോ ഉണ്ടാകുക എല്ലാവർക്കും. അതായിരുന്നു. എന്നാൽ ഐഷുവിൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ എല്ലാവരും ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഐഷുവിൻ്റെ അരികിലേക്ക്, എൻ്റെ ഐഷു, എന്നാലും നീ ചെയ്തത് വല്ലാത്തൊരു പണിയായിപ്പോയി. നീ അവളെയാണല്ലോ ഞങ്ങൾ തലേക്ക് വെച്ച് തന്നത്. അങ്ങനെയൊന്നുമില്ല, അവൾ നന്നായിക്കോളും. അത് അവൾക്ക് സ്ഥാനം കിട്ടാത്ത ദേഷ്യത്തിലേക്ക് അങ്ങനെ ആയിട്ടുണ്ടാവും. ഇനി അവൾ നന്നായിക്കോളും. നോക്കി, നിങ്ങളോടൊക്കെ നല്ല സ്വഭാവമായിരിക്കും. എന്നാൽ ഹാദിയ, അവൾക്ക് സങ്കടമായിരുന്നു. അതെ, പലതും 1-2 പണികളല്ല, പലതും ചെയ്തു വെച്ചിട്ടുണ്ട് അവളുടെ ദാമ്പത്യ ജീവിതം തകർക്കുവാൻ വേണ്ടിയിട്ട്. ഇനി ആ ഫോണിലേക്ക് മെസ്സേജ് വരും. ഉസ്താദ് തന്നെ ആയിരിക്കും മിക്കവാറും ആ മെസ്സേജ് കാണുക. അത് കാണുന്ന രീതിയിലാണ് ഞാൻ അയച്ചത്, അതും ഒരു ഫേക്ക് നമ്പറിൽ നിന്ന്. അതെ, അതിനു വേണ്ടി സിം 2 ഞാൻ എടുത്തിട്ടുള്ളത്. അതെ, അതിൽ നിന്ന് മാറി മാറി അയക്കണം. അവരുടെ ആ ഒരു സ്നേഹബന്ധം അങ്ങ് തകർക്കണം. എനിക്ക് സഹിക്കാൻ പറ്റാത്ത സംഭവമാണ് ഐഷും ഹബീബ് ഉസ്താദും ഒരുമിച്ച് നിൽക്കുന്നത്. എനിക്ക് കിട്ടാത്ത സുഖം അവൾക്ക് കിട്ടരുത്, എനിക്ക് കിട്ടാത്ത സ്നേഹം അവൾക്ക് കിട്ടരുത്. ഇപ്പോഴിതാ എല്ലാം അവൾക്ക് കിട്ടി. തലേ ദിവസത്തെ പ്ലാനിങ് അങ്ങനെ പലതുമായിരുന്നു. അതിനുവേണ്ടി അവൾ അതിനുള്ള എല്ലാ പണികളും ചെയ്തിരുന്നു. എന്നാൽ ഹബീബ് ഉസ്താദിൻ്റെ നമ്പറിലേക്കും കിടക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് വിടണം. അതെ ഉസ്താദേ, നിങ്ങളല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയണില്ല. എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു നിങ്ങൾക്ക്. ഇപ്പം നിങ്ങൾക്ക് ഐശുവിനെ കിട്ടിയപ്പോൾ എന്നെ പാടങ്ങ് മറന്നിട്ടോ. എന്നാലും ഞാൻ ഉണ്ട് കേട്ടോ. ഏത് നിമിഷവും നിങ്ങളുടെ കൂടെ പോരാൻ ഒന്ന് വിളിച്ചാൽ ഞാൻ ഇറങ്ങി വരും. അങ്ങനെ ഒരു മെസ്സേജും ഉസ്താദിൻ്റെ ഫോണിലേക്ക് വിട്ടുകൊടുക്കണം. അത് ഇൻസ്റ്റയിലൂടെയും അങ്ങനെയൊക്കെ. എന്തായാലും വേണ്ടില്ല. അങ്ങനെ പല ദുർബുദ്ധികളും അവൾ അവിടെ ഒപ്പിച്ചു വെച്ചിരുന്നു. പക്ഷേ തനിക്ക് ആയിഷ നൽകിയ ആ ഒരു സ്ഥാനം അവളുടെ മനസ്സറിഞ്ഞപ്പോൾ ഒന്നും വേണ്ടിയില്ലായിരുന്നു എന്ന് വരെ തോന്നിപ്പോയി. പക്ഷേ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. ഞാൻ ഡിലീറ്റ് ചെയ്താൽ എനിക്കൊന്നിനും കഴിയില്ലല്ലോ. പക്ഷേ ഡിലീറ്റ് ഫോർ എവരിവൺ അടിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് പോകുമായിരുന്നു. എൻ്റെ ഫോണിൽ ഒന്നുമില്ലാത്ത രീതിയിൽ ഞാനത് ക്ലിയറാക്കി അവരുടെ ഫോണിലേക്ക് വെച്ചു കൊടുത്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാനാണ് പറഞ്ഞതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ഹാദിയക്ക് ആകപ്പാടെ ഒരു വിഭ്രാന്തിയായി. പഠിച്ചോനെ, ഇനി എന്തൊക്കെയാണ്? എന്നാൽ ഇൻ്റർവെൽ സമയം. അതാ ഉസ്താദ് ഹാദിയുടെ ഫോൺ നോക്കുന്നു. വെറുതെ പെട്ടെന്നാണ് അതിലേക്ക് വന്ന ആ ഒരു മെസ്സേജ് കണ്ടത്. ഇതേ നമ്പർ, പുതിയ നമ്പർ സേവ് ഒന്നല്ലല്ലോ. പഠിച്ചോനെ, ഒരു നിമിഷം ആയിഷയുടെ മുഖം ഓർത്തു. എൻ്റെ ആയിഷ, നീ എന്നെ അപ്പോൾ എൻ്റെ മുമ്പ് നിനക്ക്
നമ്മൾ എത്ര ഒരുമിച്ചതാണെടി. ഇനിയും നീ വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരിക്കൽ കൂടി എൻ്റെ കൂടെ നീ യാത്ര ചെയ്യാൻ വാ. നമുക്കൊന്ന് ഒരുമിക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ പഴയ ഓർമ്മകൾ എൻ്റെ മനസ്സിനെ അലട്ടുന്നു. നിൻ്റെ ഉസ്താദിനെ നീ വിവാഹം കഴിച്ച ശേഷം എന്നെ നീ പാടെ അങ്ങ് മറന്നു. എങ്കിലും ഐഷു, എൻ്റെ നെഞ്ചിൽ നീ മാത്രമാണ്. ഒരു നിമിഷം ഹബീബ് ഉസ്താദിൻ്റെ കൈകാലുകൾ കുഴയുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. അല്ലാ പഠിച്ചോനെ, എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അപ്പോൾ അവിടെ ടീ ടൈം ആയിരുന്നു. ചായയും സ്നാക്കും അതാ ഹബീബ് ഉസ്താദിൻ്റെ മുമ്പിലും കൊണ്ടുവന്ന് വെച്ചു. ഉസ്താദ് ഇതാ ചായ. പക്ഷെ അദ്ദേഹത്തിന് അതെടുക്കുവാനോ കഴിക്കുവാനോ വേണ്ട. അതെന്താ ഉസ്താദേ? എല്ലാവരും ചോദിച്ചു. ഹബീബ് ഉസ്താദ് എന്താ ഡയറ്റിന് തുടങ്ങിയോ? ഷുഗർ ഉണ്ടോ? അല്ല. പക്ഷേ ഹബീബ് ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഒരു നിമിഷം ഹബീബ് ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അതാ ബാത്റൂമിൻ്റെ ആ ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെ പോയി ആരും കാണാതെ പൊട്ടിക്കരയുകയായിരുന്നു അദ്ദേഹം. അതെ, മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങൽ. എൻ്റെ ഐഷു, ആരാണിത്? നിനക്കാരാ മെസ്സേജ് അയക്കാൻ? പക്ഷേ ഐഷു അത് കാണാൻ പാടില്ല. കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ അവൾ തിരിച്ച് മെസ്സേജ് അയച്ച് അവർ വീണ്ടും ഹബീബ് ഉസ്താദിനെ കിട്ടിയതിന് ശേഷം നീ എന്നെ അങ്ങ് മറന്നല്ലേ? ഒരുപാട് നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞതല്ലേ? അതൊക്കെ നീ അങ്ങ് പഠിച്ചോനെ, എന്തൊക്കെ ഞാനീ കേൾക്കുന്നത്. ഒരു നിമിഷം ഹബീബ് ഉസ്താദ് അതാ ആ ഫോണിൽ നിന്ന് ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. ആ നിമിഷം അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. വേഗം വീട്ടിലേക്ക് പോയാലോ എന്ന് വരെ തോന്നിപ്പോയി. ക്ലാസ് ടൈമാണ്. അതെ, ഐഷുവിൻ്റെ ക്ലാസ്സിലേക്കാണ് പോകാനുള്ളത്. എന്തതിന് ചെയ്യുക? എന്നാൽ പോകാതിരിക്കാൻ ഷെഫീഖ് ഉസ്താദ് അതാ പറയുന്നു. ഹബീബ് ഉസ്താദേ, നിങ്ങളെ പിരീഡായിട്ടോ? ബെല്ലടിച്ചു. എന്തു പറ്റി? വൈഫ് സ്ഥാനാർത്ഥി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതാണോ? അത് സാരല്ല, ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് എന്താ ചെയ്യാം. ഉസ്താദ് ചെല്ലി. അങ്ങനെ മനമില്ല മനസ്സോടുകൂടി അതാ ഐഷുവിൻ്റെ ക്ലാസ്സിലേക്ക് ചെല്ലുകയാണ്. ഒരു പാവയെപ്പോലെ. അതെ, തന്നെ മനസ്സാകെ ഹൃദയമാകെ പൊട്ടുന്നു. എനിക്കറിയുന്നില്ല എന്തൊക്കെയാണ് റബ്ബേ സംഭവിച്ചത്. അറിയാത്ത രീതിയിൽ ഉസ്താദ് അതാ ചെല്ലുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എല്ലാവരും സന്തോഷത്തോടു കൂടി അതാ എഴുന്നേറ്റ് സലാം മടക്കി. ബുക്ക് എടുത്തോളൂ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്ക് അതുവരെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ചോദിക്കും, അല്ല മക്കളെ, എന്തൊക്കെ റാഹത്തല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിച്ചാലോ? എന്താ ആർക്കെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ? ചോദിച്ചിട്ട് നമുക്ക് ക്ലാസ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ഡിസ്കസ് അബൌട്ട് റിലീജിയൻ എന്ന് പറഞ്ഞ് ഉസ്താദ് തുടങ്ങുന്ന ആ ഒരു വാക്കുകൾ അന്നില്ലായിരുന്നു. നേരിട്ട് പറഞ്ഞു, പുസ്തകം എടുത്തോളൂ. ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ട് പെട്ടെന്ന് എല്ലാവരും ഉസ്താദിനെ ആകാംക്ഷയോടെ നോക്കി. ഉസ്താദ് ആളാകെ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടല്ലോ, മുഖത്ത് സന്തോഷമില്ലല്ലോ. ഒരു നിമിഷം അതാ ഐഷുവും ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല, എൻ്റെ ഹബീക്ക അങ്ങനെയല്ലല്ലോ. എൻ്റെ ഹബീക്കാൻ്റെ മുഖത്ത് പുഞ്ചിരി കാണുന്നില്ലല്ലോ. അല്ല, എന്തു പറ്റിയാവോ? എല്ലാവരും എഴുതിക്കോളൂ, ഇന്നലെ എടുത്ത ഭാഗങ്ങൾ എഴുതിക്കോളൂ. എനിക്ക് തലവേദന എടുക്കുന്നു. ഉസ്താദ് അങ്ങനെ അങ്ങ് പറഞ്ഞ് ഒപ്പിച്ചു. കുട്ടികളെല്ലാം എഴുതുവാൻ തുടങ്ങി. ഞാനിപ്പോൾ വരാം. ഉസ്താദ് ക്ലാസ്സിൻ്റെ പുറത്തേക്ക് പോയി. എല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ഒരു ഉസ്താദ് അതാ പുറത്തേക്ക് പോയപ്പോൾ എല്ലാവരുടെ ഉഷാറും അങ്ങ് പോയി. കാരണം ഹബീബ് ഉസ്താദിനെ കാണുമ്പോൾ തന്നെ ഒരു എനർജിയാണ് എല്ലാവർക്കും. എന്നാൽ ഉസ്താദിനെ അകത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പഠിച്ചോനെ റഹ്മാനെ, എന്ത് ഞാൻ ചെയ്യാം? ഞാൻ ഈ സങ്കടം ആരോട് പറയും? ഐശ്വര്യനോട് അങ്ങനെ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ആദ്യൊരു വാക്കിനോട് പറഞ്ഞുണ്ടായിരുന്നു എനിക്ക് മറ്റൊരാൾ ഇഷ്ടമുണ്ടെന്ന്. എന്തൊക്കെയാണ് ഇത് എഴുതിയിട്ടുള്ളത്? എനിക്ക് വേണ്ടി കാത്തിരിക്കാതെ ഉസ്താദിൻ്റെ കൂടെ പോയില്ലേ? അപ്പോൾ ഉസ്താദിൻ്റെ കൂടെ പോയപ്പോൾ നമ്മളെയൊക്കെ മറന്നു, നമ്മൾ കഴിഞ്ഞതൊക്കെ മറന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു പെണ്ണെ നമ്മൾ കെട്ടിച്ചമച്ചത്, ഉണ്ടാക്കിയത്. പക്ഷേ അതെല്ലാം നീ മറന്നു പോയില്ലേ? ആയിക്കോട്ടെ, സാരല്ല. എനിക്ക് നീ മാത്രമുള്ളൊരു പെണ്ണ്,
അല്ലാതെ ഞാൻ വേറെ കല്യാണം കഴിക്കില്ല. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് നിന്നെ. അതിൽ വന്ന മെസ്സേജുകളെല്ലാം അതാ ഉസ്താദിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഐഷു, ഒരു വാക്കെന്നോട് പറഞ്ഞൂടായിരുന്നോ? ഞാൻ വിട്ടുതരുമായിരുന്നല്ലോ നിനക്ക്. അറിഞ്ഞില്ല ഞാൻ. ഉസ്താദ് വിതുമ്പി കരഞ്ഞു. അതെ, ഹാദിയ എടുത്ത പണി നല്ല രീതിയിൽ ഉസ്താദിന് ഏറ്റിട്ടുണ്ട്. ഇനി എന്തൊക്കെയായിത്തീരും നമുക്ക് കാത്തിരുന്ന് കാണാം. അത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.